ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടി വരുന്ന ബെഡ്റൂമിൻ്റെ നമുക്ക് എങ്ങനെയാണ് വയറിംഗ് സിസ്റ്റം നമ്മൾ വെട്ടിപ്പൊളിച്ച് അതായത് അതിൻ്റെ അകത്തേടെ പൈപ്പ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നമ്മുടെ റൂമിൻ്റെ എൻട്രൻസിലേക്ക് വരുന്നതാണ്. മെയിൻ ഹാളിൽ നിന്ന് നേരെ എൻട്രൻസിലേക്ക് വരുന്ന ആ സൈഡിലാണ് നമ്മൾ ബോക്സ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു 12 മോഡലിൻ്റെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, നമുക്ക് ബെഡ് സ്വിച്ച്, സീലിങ്ങിൻ്റെ ലൈറ്റ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന അതിൻ്റെ അകത്താണ്. പിന്നെ നമ്മളൊരു എക്സ്ട്രാ ഒരു ബെഡ് സ്വിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ റൂം ചെറുതായതുകൊണ്ട്, അത്യാവശ്യം ചെറുതായതുകൊണ്ട് 6 അടി കോട്ട് നമുക്ക് കറക്റ്റ് വീഴുന്നതുകൊണ്ട് സൈഡ് ടേബിൾ കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതായത് അങ്ങേ അറ്റത്തേക്ക് മാത്രം നമ്മളൊരു സൈഡ് ടേബിൾ കൊടുക്കാൻ സാധിക്കുള്ളൂ, ഒരു സൈഡിൽ സൈഡ് ടേബിൾ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ മെയിൻ കൺട്രോളിങ്, 2 വേ കൺട്രോളിങ് കാര്യങ്ങളെല്ലാം മുകളിലാണ് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഒരു 12 മോഡുകളുടെ ഒരു SS-ൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിലേക്കാണ് നമ്മുടെ DB കണ്ട് അപ്പുറത്ത് കാണുന്ന DB ആണ് അതിൻ്റെ സൈഡ് കാണുന്ന, നിങ്ങൾ ഫ്രണ്ടിൽ കൊണ്ട് DB ഇരിക്കുന്നത്. അതിൽ നിന്ന് നേരെ ഒരു പൈപ്പ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, 25 mm പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആ പൈപ്പ് തന്നെ നേരെ DBയിൽ നിന്ന് വന്നിരിക്കുന്ന പൈപ്പ് നേരെ വന്നിട്ട് ബെഡ് സ്വിച്ചിലേക്ക് പോയിരിക്കുന്നു. പിന്നെ നമ്മൾ പോയിരിക്കുന്നത് നേരെ മുകളിലേക്ക് 2 പൈപ്പ് പോയിട്ട്, ഒന്ന് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഫുഡ് ലാമ്പിന് വേണ്ടിയിട്ടും ബാത്റൂം നമുക്ക് ആ സൈഡിലാണ് വരുന്നത്. ബാത്റൂമിൻ്റെ എൻട്രൻസിന് വേണ്ടിയിട്ടും നമ്മൾ കൊടുത്തിരിക്കുന്നു. ബാത്റൂമിൻ്റെ എൻട്രൻസിൽ ഒരിക്കുന്ന ബോക്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നേരെ താഴേക്ക് നമ്മൾ ഫുഡ് ലാമ്പിന് വേണ്ടിയിട്ട് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. 2 മോഡുകളുടെ ബോക്സ് കൊടുത്തു. പിന്നെ അതിൻ്റെ തന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് നമ്മളൊരു എക്സ്ട്രാ പ്ലഗ്, അതായത് നമ്മളൊരു സിസ്റ്റം കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ പ്ലഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു 4 മോഡലിൻ്റെ ബോക്സാണ്. പിന്നെ ഒരു ലൈറ്റ് കൂടി കൊടുത്തിട്ട്, പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡ് നോക്കി അറിയാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെയാണ് AC വരുന്നത്. AC-യുടെ ഔട്ട് നമ്മൾ ബോക്സ് അല്ല കൊടുത്തിരിക്കുന്നത്, നേരെ പുറത്തേക്ക് തുളച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബോക്സ് തുളച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം പുറത്ത് സൈഡാണ് നമ്മൾ ഇൻവെർട്ടർ അതുപോലെ സ്റ്റെബിലൈസർ കാര്യങ്ങൾ, AC-യുടെ സ്റ്റെബിലൈസർ കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ പുറത്ത് നമ്മൾ അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് തുളച്ചിട്ട് സെൻസ് സൈഡിൽ കൊടുക്കാൻ സാധിക്കും. അകത്ത് ബോക്സ് വെക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം നമ്മളിതെല്ലാം കൊടുത്തിരിക്കുന്നത്, മെയിനായിട്ട് വരുന്ന ബോക്സുകളെല്ലാം തന്നെ 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്ട്രാ പ്ലഗ് വരുന്ന ഏരിയകളിലെല്ലാം 110 കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ അകത്ത് നേരെ കടന്നതിന് ശേഷം ബാത്റൂമിൻ്റെ അകത്തൊരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. ആ ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാനുള്ളതാണ്. അതിനുശേഷം അതിൻ്റെ സെൻട്രലായിട്ട് ഡ്രസ്സിങ് ഏരിയയിൽ ഒരു കബോർഡ് വരുന്നതുകൊണ്ട് അവിടെ നമ്മളൊരു പിക്ചർ ലൈറ്റ്, അത് മിറർ ലാമ്പ് അതിന് വേണ്ടിയിട്ട് കൊടുത്ത് കബോർഡിൻ്റെ ഉള്ളിൽ വരാവുന്ന രീതി. പിന്നെ നമ്മൾ നേരെ ബാത്റൂമിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. ബാത്റൂമിൻ്റെ അകത്തേക്ക് ഹീറ്ററിന് ഓപ്ഷൻ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സോസ്റ്റിൻ്റെ ഓപ്ഷൻ, ഇത്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ബാത്റൂമിലേക്ക് പോയിരിക്കുന്ന പൈപ്പ് ഒരു 2 പൊടികളുടെ ബോക്സ് വെച്ച് കൊടുത്തിരിക്കുന്ന ഹീറ്ററിൻ്റെ ഏരിയയിൽ, അതിൽ നിന്ന് തന്നെയാണ് എക്സോസ്റ്റ് നമ്മൾ വെട്ടി ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ബാത്റൂമിന് അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ബാത്റൂമിൻ്റെ അകത്താണെങ്കിലും കിച്ചൺ, നമ്മൾ ഈ പറയുന്ന റൂമിൻ്റെ അകത്താണെങ്കിലും നമ്മൾ DBയിൽ നിന്ന് വന്നിരിക്കുന്ന പൈപ്പുകളെല്ലാം തന്നെ നേരെ ഒരു സർക്യൂട്ട് വന്നിരിക്കുന്ന പൈപ്പുകളെല്ലാം തന്നെ 1 ഇഞ്ച് പൈപ്പാണ് അടിച്ചിരിക്കുന്നത്. അതായത് 25 mm പൈപ്പാണ് അടിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം ലൈറ്റിൻ്റെ ലീഡുകൾ, ഫാനിൻ്റെ ലീഡുകൾ, മുകളിലേക്കുള്ള സീലിംഗ് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് 20 mm പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ഏരിയയിൽ 25 mm പൈപ്പ് കൊടുത്തു. ബാക്കിയുള്ള രീതിയിലെല്ലാം 20 mm പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം പൈപ്പ് ടൈറ്റ് ചെയ്ത് വയറ് വലിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നതാണ്. അതിൻ്റെ മെയിൻ കാരണം നമ്മൾ കറക്റ്റ് പൈപ്പിൻ്റെ ഉള്ളിലൂടെ വളരെ എണ്ണം വയർ കൂടുതൽ വലിക്കുമ്പോൾ ടൈറ്റ് വരുന്ന സമയത്ത് ഇൻഡക്ഷൻ കറണ്ട് വരും. ഈ ഇൻഡക്ഷൻ കറണ്ടാണ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിടന്നാലും LED ബൾബ് കാര്യങ്ങളൊക്കെ ഡിമ്മായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം. അപ്പോൾ ആവശ്യത്തിന് പൈപ്പ് നമ്മളിട്ട് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റും, പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം, എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.